കോൺഗ്രസും ഘടകകക്ഷികളും തമ്മിലുള്ള ഭിന്നതകൾക്കിടെ ഡൽഹിയിൽ ചേർന്ന ഇന്ത്യ സഖ്യത്തിന്റെ യോഗം അവസാനിച്ചു. യോഗത്തിൽ 5 വിഷയങ്ങൾ ചർച്ചയായെന്ന് AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞു. യോഗത്തിൽ 25 പാർട്ടികൾ പങ്കെടുത്തു. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്ന് ആവശ്യപ്പെടും. വിലക്കയറ്റവും കർഷക പ്രശ്നങ്ങളും ചർച്ച ചെയ്യാൻ കേന്ദ്ര സർക്കാർ സർവകക്ഷി യോഗം വിളിക്കണമെന്നും ഇന്ത്യ സഖ്യം ആവശ്യപ്പെട്ടു. 5 पॉइंट पे आज सहमति जताई है और इनके लिए इन मुद्दों पर हम डट के काम करेंगे, लड़ेंगे और आगे बढ़ेंगे. It was unanimously agreed to demand the immediate resignation of the Education Minister because he presided over the betrayal of lakhs of youth who appeared for NEET and CBSE examination. വിവരങ്ങളുമായി രാഗേഷ് ചേരുന്നുണ്ട്. 25 പാർട്ടികൾ പങ്കെടുത്ത യോഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നതുൾപ്പെടെ 5 വിഷയങ്ങൾ പ്രധാനമായും ചർച്ച ചെയ്തു. എന്നിരുന്നാൽ കൂടി സഖ്യത്തിനുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ യാതൊരു ഉത്തരവും ഈ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നോ? എന്തെങ്കിലും ചോദ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരുന്നോ? ലിനിഷ, ഏതായാലും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം. ആവശ്യം കൂടി ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുകയാണ്. കാരണം നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച അടക്കമുള്ള വിഷയങ്ങളിൽ വലിയ രോഷം അദ്ദേഹത്തിന് നിലനിൽക്കുന്നുണ്ട്. യുവാക്കളടക്കം തെരുവിലിറങ്ങുന്നതൊക്കെ തന്നെ കണ്ടതാണ്. കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറഞ്ഞ പുതിയ സാമൂഹ്യ മാധ്യമങ്ങൾ രൂപപ്പെട്ട സംഘടന ആ വിഷയം ഏറ്റെടുക്കുകയും കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ സമരം സംഘടിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഏതായാലും പ്രതിപക്ഷം കൂടി അതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ്. അടിയന്തരമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്ന ആവശ്യമാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യ യോഗത്തിന് ശേഷം AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഒപ്പം മറ്റു ചില വിഷയങ്ങൾ കൂടി ഉന്നയിക്കാൻ ഇന്ത്യ സഖ്യം ഈ യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. ഒന്ന്, രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇക്കാര്യത്തിൽ സർക്കാർ ഉടൻ തന്നെ ഒരു സർവകക്ഷി യോഗം വിളിക്കണം എന്ന ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത് ഇന്ത്യ സഖ്യം. കാരണം വിലക്കയറ്റം അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. ഒപ്പം തന്നെ കർഷക വിഷയങ്ങളിലൊക്കെ തന്നെ അടിയന്തരമായി പരിഹാരം കാണേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി സർവകക്ഷി യോഗം വിളിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന ആവശ്യം കൂടി ഇന്ത്യ സഖ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒപ്പം കഴിഞ്ഞ കാലങ്ങളിൽ പ്രതിപക്ഷം, പ്രത്യേകിച്ച് കോൺഗ്രസ് അടക്കം മുന്നോട്ട് വെച്ചിരുന്ന കാര്യമാണ് വോട്ട് കൊള്ള അടക്കമുള്ള വിഷയങ്ങൾ. അതിൽ ആ പ്രചാരണവുമായി മുന്നോട്ട് പോകും എന്നറിയിച്ചിട്ടുണ്ട്. SIR അടക്കമുള്ള വിഷയങ്ങളിൽ ചീഫ് ജസ്റ്റിസിന്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് കത്ത് നൽകാനുള്ള തീരുമാനവും ഏതായാലും ഇന്ത്യ സഖ്യ യോഗം ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും യോഗത്തിൽ പ്രത്യേകിച്ച് പ്രതിപക്ഷ നിരയിലെ അനൈക്യമടക്കം നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് ഈ യോഗം നടന്നിട്ടുള്ളത്. DMK യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. ഏതായാലും ആ അതൃപ്തിയൊക്കെ തന്നെ പല കക്ഷികളും മുന്നോട്ട് വെക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് സമാജ്വാദി പാർട്ടിയും RJDയും DMKയോട് കോൺഗ്രസ് സ്വീകരിച്ച സമീപനം ശരിയായില്ല എന്ന് യോഗത്തെ അറിയിച്ചു. ഒപ്പം തന്നെ അവരെ മടക്കി കൊണ്ടുവരാനുള്ള ഇടപെടലുകൾ ഉണ്ടാകണമെന്ന ആവശ്യം കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. CPIMൽ നിന്ന് പങ്കെടുത്ത ജോൺ ബ്രിട്ടാസ് ആണ്. അദ്ദേഹം കേന്ദ്ര കമ്മിറ്റിയിലെ ക്ഷണിതാവാണ്. അദ്ദേഹം ചൂണ്ടിക്കാണിച്ച കാര്യം, തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിലടക്കം കോൺഗ്രസ് പ്രധാനമായി ഉന്നയിച്ചിരുന്നത് BJPയും CPIMും തമ്മിൽ ഡീലുണ്ട് എന്നാണ്. അപ്പോൾ എന്തുകൊണ്ട് അത്തരം ഒരു ആരോപണം ഉന്നയിച്ചു? അടിസ്ഥാനരഹിതമായ ആരോപണമാണ്. അക്കാര്യത്തിൽ കോൺഗ്രസ് വിശദീകരിക്കണമെന്ന ആവശ്യമാണ് അദ്ദേഹം യോഗത്തിൽ മുന്നോട്ട് വെച്ചത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങളൊന്നും തന്നെ ഖർഗെയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ മറ്റ് നേതാക്കളുടെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല. ഏതായാലും ഈ സഖ്യം കൂടുതൽ ശക്തിപ്പെടുത്തണം, ഐക്യം വേണമെന്ന ആഹ്വാനമാണ് യോഗത്തിൽ ഉണ്ടായിട്ടുള്ളത്. ആമുഖ പ്രസംഗത്തിൽ മല്ലികാർജുൻ ഖർഗെ തന്നെ അക്കാര്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഏതായാലും ഇന്ത്യ സഖ്യം നിലനിൽക്കേണ്ടത് അനിവാര്യമാണ്. അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെ എല്ലാ 2 മാസം കൂടുമ്പോഴും യോഗം ചേരാനുള്ള ധാരണയിൽ ഇന്നത്തെ ഇന്ത്യ സഖ്യത്തിന്റെ യോഗം എത്തിച്ചേർന്നിട്ടുണ്ട്. അടുത്ത യോഗം ഹൈദരാബാദിൽ നടക്കുമെന്നാണ് ഇപ്പോൾ നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. ലിനിഷ.